സ്വാഗതം. നമുക്ക് ഇന്ന് ഓക്സിഡേഷൻ നമ്പർ പരിചയപ്പെടാം. എന്താണ് ഓക്സിഡേഷൻ നമ്പർ? ഒരു എലമെന്റ് സാധാരണ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പം ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയോ നേടുകയോ ആണ് ചെയ്യുന്നത്. വിട്ടുകൊടുത്താൽ പോസിറ്റീവ് ചാർജ്, നേടിയാലോ നെഗറ്റീവ് ചാർജ്. അപ്പൊ ഈ വിട്ടുകൊടുക്കുകയോ നേടുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തെ പറയുന്നതാണ് ഓക്സിഡേഷൻ നമ്പർ. എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ? പോസിറ്റീവ്. എങ്ങനെയാ വന്നത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ആണ്. അപ്പൊ അതിന്റെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും? ഒരു ഇലക്ട്രോൺ ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു ഇലക്ട്രോൺ സ്വതവേ അവ സ്ഥിരത കൈവരിക്കുന്നതിന് വേണ്ടി ഈ ബാഹ്യതമ ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും? നഷ്ടപ്പെടുത്തുമ്പോൾ എന്ത് ചാർജ് കൈവരും? പോസിറ്റീവ് ചാർജ്. അങ്ങനെയാണ് ഹൈഡ്രജന് എന്ത് വന്നത്? പോസിറ്റീവ് 1 വന്നത്. എന്ത്? ഓക്സിഡേഷൻ നമ്പർ. അപ്പൊ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തത് എത്ര ഇലക്ട്രോൺ വിട്ടുകൊടുത്തു? ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്തു. അതുകൊണ്ട് പോസിറ്റീവ് ഒന്നായി. സോഡിയവും അതുപോലെ തന്നെ പൊട്ടാസ്യവും അതുപോലെ തന്നെ ബാഹ്യതമ ഷെല്ലിൽ ഓരോ ഇലക്ട്രോൺ ആണ് ഉള്ളത്. അത് എന്ത് ചെയ്യുന്നു? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഈ ഒരു ഇലക്ട്രോണിനെ അവർ നഷ്ടപ്പെടുത്തുന്നു അഥവാ വിട്ടുകൊടുക്കുന്നു. വിട്ടുകൊടുത്താൽ പോസിറ്റീവ് ചാർജ്. സോഡിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ പോസിറ്റീവ് 1, പൊട്ടാസ്യത്തിൻ്റെതും പോസിറ്റീവ്. ഇനി അലൂമിനിയത്തിന്റെ നോക്കാം. അലൂമിനിയത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ 3 ഇലക്ട്രോൺ ആണുള്ളത്. അതായത് ബാലൻസ് ഷെല്ല് അഥവാ ഔട്ടർ മോസ്റ്റ് ഷെല്ല് 3 ഇലക്ട്രോൺ ആണുള്ളത്. അവ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഈ 3 ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? വിട്ടുകൊടുത്ത് എന്ത് ചാർജ് കൈവരുന്നു? പോസിറ്റീവ് ചാർജ് കൈവരുന്നു. 3 ഇലക്ട്രോൺ വിട്ടുകൊടുത്തതിന് പോസിറ്റീവ് 3 ആയി. അപ്പൊ അലുമിനിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? പോസിറ്റീവ് 3 ആയിരിക്കും. അതുപോലെ തന്നെ കാൽസ്യം. അപ്പൊ ഈ നമ്പർ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യരുത്. ഇനിയിപ്പോ നോക്കിയേ, ഓക്സിജൻ വന്നപ്പോൾ നെഗറ്റീവ് 2 വന്നിരിക്കുന്നു. ഓക്സിജന്റെ നെഗറ്റീവ് 2 ആണ്. ഓക്സിഡേഷൻ നമ്പർ എങ്ങനെയാ വന്നത്? ഓക്സിജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ ഈ 6 നമുക്ക് സ്ഥിരത കൈവരിക്കുന്നതിന് ഒന്നുകിൽ 8 ഇലക്ട്രോൺ വേണം. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വേണം സ്ഥിരത കൈവരിക്കുന്നതിന്. ആ ഓക്സിജന്റെ ബാഹ്യതമ ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണ് ഉള്ളത്. അപ്പൊ അവർക്ക് 2 എണ്ണം സ്വീകരിക്കുന്നതാണ് എളുപ്പം. അതുകൊണ്ട് അവ 2 ഇലക്ട്രോൺ കൂടെ സ്വീകരിച്ച് നെഗറ്റീവ് ഓക്സീകരണാവസ്ഥ കൈവരിക്കുന്നു. 2 ഇലക്ട്രോൺ ആണ് സ്വീകരിച്ചത്. അതുകൊണ്ട് നെഗറ്റീവ് 2 ആയി ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ. അപ്പൊ അയഡിന്റെ അതുപോലെ തന്നെ എത്രയാ? നെഗറ്റീവ് 1 ആണ് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ നമ്പർ കാണാതെ പിടിച്ചു വെക്കുക. നമുക്ക് ഇത് ചെയ്യുന്നതിന് കോമ്പൗണ്ടില് മൂലകത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നതിന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇത് കാണാതെ പിടിച്ചു വെച്ചാൽ. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ എന്താണെന്ന് മനസ്സിലായി. എന്താ മനസ്സിലായത്? അതായത് ഒരു എലമെന്റ് ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയോ പിന്നെ എന്ത് ചെയ്യുകയോ ചെയ്യാറുണ്ട്? നേടുകയോ ചെയ്യാറുണ്ട്. ആ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം അല്ലെങ്കിൽ നേടുന്ന ഇലക്ട്രോണിന്റെ എണ്ണം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന? ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഇനി നേടിയാലോ നെഗറ്റീവ് ചാർജ്, വിട്ടുകൊടുത്താലോ പോസിറ്റീവ് ചാർജ്. ഓക്കെ, കാണാൻ വെച്ചു. നമുക്ക് ഇവിടെ ഇന്ന് ചെയ്യാനുള്ളത് ഒരു സംയുക്തം, അതായത് ഓരോ സംയുക്തം തന്നിട്ടുണ്ട്, കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. അതിൽ വ്യത്യസ്ത മൂലകങ്ങളുടെ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കണ്ടുപിടിക്കണം. ഉദാഹരണം നമുക്കിവിടെ നോക്കാം. HNO3 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് വായിക്കും? നൈട്രിക് ആസിഡ് എന്ന് വായിക്കും. ഈ നൈട്രിക് ആസിഡിൽ നൈട്രജന്റെ ഓക്സീകരണാവസ്ഥ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. നൈട്രിക് ആസിഡില് നൈട്രജന്റെ ഓക്സീകരണാവസ്ഥ. ബാക്കി രണ്ടും നമുക്ക് അറിയാം, ഹൈഡ്രജനും ഓക്സിജനും. അപ്പൊ നോക്കാം. ഇനി അതിന് മുമ്പ് അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ. ഒരു സംയുക്തം എടുത്താൽ അതിലെ ആകെ ആറ്റങ്ങളുടെ ഓക്സീകരണാവസ്ഥകളുടെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഒന്നുകൂടി, ഒരു സംയുക്തത്തിലെ ആകെ ആറ്റങ്ങളുടെ ഓക്സിഡേഷൻ നമ്പറിന്റെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? 0. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഓക്സിജന്റെ 3 ആറ്റവും ഉണ്ട്. ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ ആകെ കൂട്ടിയാൽ ഉത്തരം എത്ര തന്നെ വരും? 0 തന്നെ വരും. ഇത് വെച്ചാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കാം. ഹൈഡ്രജന്റെ നൈട്രിക് ആസിഡ് എടുക്കുമ്പോഴത്തേക്ക് ഹൈഡ്രജന്റെ എത്ര ആറ്റം ഉണ്ട്? HNO3. ഹൈഡ്രജൻ 1 ആറ്റമാണ്. അപ്പൊ അതിന്റെ പോസിറ്റീവ് 1 ആണ് അതിന്റെ ഓക്സീകരണാവസ്ഥ. പോസിറ്റീവ് 1 പ്ലസ് ഓരോന്നും എഴുതി കൂട്ടുകയാണ് ചെയ്യുന്നത്. പോസിറ്റീവ് 1 പ്ലസ് നൈട്രജൻ ആണ് കണ്ടുപിടിക്കാനുള്ള, അതുകൊണ്ട് അത് നൈട്രജൻ എന്ന് കൊടുത്തു. ഇനി ഓക്സിജന്റെ എത്ര ആറ്റമാണുള്ളത്? 3 ആറ്റം. 3 ഇൻറ്റു ഓക്സിജന്റെ സാധാരണ അറ്റോമിക് ഓക്സീകരണാവസ്ഥ എന്ന് പറയുന്നത് നെഗറ്റീവ് 2 ആണ്. ആകെ കൂട്ടിയാൽ എന്ത് വരണം? 0യും വരണം. ഓക്കെ, അപ്പൊ പോസിറ്റീവ് 1ഉം നെഗറ്റീവ് 6ഉം. നെഗറ്റീവ് 6 എങ്ങനെ വന്നു? 3 ഇൻറ്റു -2. അപ്പൊ എത്ര വരും? -6. -6 പ്ലസ് 1 എത്ര വരും? -5. അപ്പൊ നൈട്രജന്റെ കൂടെ -5 കൂട്ടിയപ്പോൾ എത്ര വന്നു? 0 വന്നു. അപ്പൊ നൈട്രജന്റെ ഓക്സീകരണാവസ്ഥ കണ്ടുപിടിക്കാൻ ഈ -5നെ അപ്പുറത്ത് കൊണ്ടുപോയാൽ മതി. അപ്പൊ എന്തായി? +5 എന്നായി. അപ്പൊ നൈട്രജന്റെ ഓക്സീകരണാവസ്ഥ നൈട്രിക് ആസിഡിൽ എത്രയാണ്? നൈട്രജന്റെ ഓക്സീകരണാവസ്ഥ എത്രയാണ്? +5 എന്ന് കിട്ടുന്നു. ഏതിന്റെയാ? നൈട്രജന്റെ.
ഓക്കെ, അടുത്ത നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഏതിൻ്റെയാ അടുത്ത കിടക്കുന്ന മൂലകം ഏതാ? K2Cr2O7. K2Cr2O7 എന്ന സംയുക്തത്തില് ഏതിന്റെ കണ്ടുപിടിക്കാം? ക്രോമിയത്തിന്റെ കണ്ടുപിടിച്ച് നോക്കാം. ക്രോമിയത്തിന്റെ ഓക്സിജനാവസ്ഥ എത്രയെന്ന് കണ്ടുപിടിച്ച് നോക്കാം. അതായത് K2Cr2O7 വായിക്കുന്നത് എങ്ങനെയാ? പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റില് ക്രോമിയത്തിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. അപ്പൊ പൊട്ടാസ്യം എത്ര ആറ്റം ഉണ്ട്? 2 ഉണ്ട്. സാധാരണ പൊട്ടാസ്യത്തിന്റെ ഓക്സിജനാവസ്ഥ എത്രയാണ്? പോസിറ്റീവ് 1. പ്ലസ് ക്രോമിയത്തിന്റെയാണ് കണ്ടുപിടിക്കാനുള്ളത്, അതുകൊണ്ട് 2 ക്രോമിയം ഉള്ളത് കൊണ്ട് 2 Cr. പ്ലസ് എത്രയാ ഓക്സിജൻ ഉള്ളത്? 7 ഓക്സിജൻ ആറ്റം. സോ 7 ഇൻറ്റു ഓക്സിജന്റെ സാധാരണ ഓക്സിഡേഷൻ നമ്പർ എത്രയാ? -2 സമം എത്ര വരണം? 0. റൈറ്റ് സൈഡിൽ 0 ഇടാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ചെയ്യാം. 2 ഇൻറ്റു 1 എന്ത് വരും? 2 പ്ലസ് 2 Cr -40. -14 എങ്ങനെയാ വന്നത്? 7 ഇൻറ്റു -2 -14 ഈക്വൽ ടു എത്രയാ? 0. ഓക്കെ, ഇവിടെ പോസിറ്റീവ് 2ഉം -14ഉം കൂടെ ആഡ് ചെയ്യണം. -12 വരൂലേ? അപ്പൊ 2 Cr പ്ലസ് -12 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ 2 Crന്റെ വില എത്രയാ വരുന്നത്? പോസിറ്റീവ് 2. ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ അപ്പൊ എന്ത് വരുന്നു? 6 എന്ന് വരും. 12നെ 6 കൊണ്ട് ഭാഗിക്കുമ്പോൾ 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ 6 എന്ന് കിട്ടുന്നു. അപ്പൊ ഇവിടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റില് ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടി? 6 എന്ന് കിട്ടി. ഓക്കെ, അടുത്ത നമുക്ക് ചെയ്തു നോക്കാം. എന്താ ചെയ്തു നോക്കുന്നത്? അടുത്ത നമ്മൾ ചെയ്തു നോക്കുന്നത് സോഡിയം ക്ലോറൈഡിൽ ഏത് കണ്ടുപിടിക്കാം? സോഡിയം ക്ലോറൈഡിൽ സോഡിയത്തിന്റെ ഓക്സിജനാവസ്ഥ കണ്ടുപിടിച്ച് നോക്കാം. സോഡിയം ക്ലോറൈഡിൽ സോഡിയത്തിന്റെ ഓക്സിജനാവസ്ഥ. ഓക്കെ, NaCl അതിൽ സോഡിയത്തിന്റെ ഓക്സിജനാവസ്ഥ. അപ്പൊ സോഡിയം അതുപോലെ കൊടുത്തു. ക്ലോറിന്റെ ഓക്സിജനാവസ്ഥ നമ്മൾ പഠിച്ചു വെച്ചു. എത്രയാ? -1. കാരണം ക്ലോറിന്റെ ബാക്കി ഷെല്ലില് 7 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ അവയ്ക്ക് ഒരെണ്ണം സ്വീകരിക്കുന്നതാണ് എളുപ്പം. അങ്ങനെ 8 ആയി. സ്വീകരിച്ചതുകൊണ്ട് -1 ആയി. അപ്പൊ ഇവിടെ ക്ലോറിന്റെ ഓക്സിജനാവസ്ഥ -1 ഈക്വൽ ടു 0. അപ്പൊ സോഡിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര വരും? +1 ആവും. ഓക്കെ, സോഡിയം ക്ലോറൈഡില് സോഡിയത്തിന്റെ ഓക്സിജനാവസ്ഥ അവിടെ എത്രയാണ്? 1 ആണ്. അത് മനസ്സിലായി. അടുത്ത എന്താ കിടക്കുന്നത്? അടുത്ത കിടക്കുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4. KMnO4 ഏത് കണ്ടുപിടിക്കാം? മാംഗനീസിന്റെ കണ്ടുപിടിച്ച് നോക്കാം. KMnO4 മാംഗനീസിന്റെ ഓക്സിജനാവസ്ഥ നിങ്ങൾ ചെയ്ത് നോക്കിയോളൂ. പൊട്ടാസ്യത്തിന്റെ സാധാരണ ഓക്സിജനാവസ്ഥ എത്രയാ? +1 പ്ലസ് മാംഗനീസ് ഇല്ല. മാംഗനീസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, അതുകൊണ്ട് MN അതുപോലെ കൊടുത്തു. ഇനി എന്താ? O4 ഉണ്ട്. ഓക്സിജന്റെ 4 ആറ്റങ്ങളുണ്ട്. അപ്പൊ 4 ഇൻറ്റു ഒരാറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ? -2 സമം എത്രയാ? 0. ഓക്കെ, ഇവിടെ -2 ഇൻറ്റു 4 എത്രയാ? -8 അല്ലേ? -8ഉം പോസിറ്റീവ് 1 കൂടി ആകുമ്പോ -7 ആവൂലേ? അപ്പം -7 സമം 0 എന്നല്ലേ? അപ്പൊ മാംഗനീസിന്റെ ഓക്സിജൻ അവസ്ഥ എത്ര വരുന്നു? 7 എന്ന് വരുന്നു. മാംഗനീസിന്റെ ഓക്സിജൻ അവസ്ഥ അവിടെ എത്ര വരുന്നു? 7 എന്ന് വരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിച്ചു? നൈട്രിക് ആസിഡിൽ നൈട്രജന്റെ കണ്ടുപിടിച്ചു. പൊട്ടാസ്യം ഡൈക്രോമേറ്റിലെ ക്രോമിയത്തിന്റെ കണ്ടുപിടിച്ചു. സോഡിയം ക്ലോറൈഡില് സോഡിയത്തിന്റെയും കണ്ടുപിടിച്ചു. പൊട്ടാസ്യം പെർമാംഗനേറ്റില് മാംഗനീസും കണ്ടുപിടിച്ചു. ഇത് 2 സംയുക്തങ്ങളുണ്ട്. ഏതൊക്കെയാ? മാംഗനീസ് ഹെപ്റ്റോക്സൈഡും മറ്റത് ക്രോമിക് ഓക്സൈഡും ഉണ്ട്. ഡൈക്രോമിക് ഓക്സൈഡ് എന്ന് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ ക്രോമിക് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ. ഇതിൽ നിങ്ങൾ മാംഗനീസിന്റെ കണ്ടുപിടിക്കണം, ക്രോമിയത്തിന്റെ കണ്ടുപിടിക്കണം. 2 നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.